ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. രാത്രി മൊത്തം അവൻ കരച്ചിലായതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം ഉണ്ടായില്ല കേട്ടോ. അതിൻ്റെ ഒരു ഇത് കണ്ണിലൊക്കെ കാണാനുണ്ട്. നഴ്സ് വന്ന് അവൻ്റെ പൾസും ഓക്സിജൻ ലെവലൊക്കെ നോക്കാൻ വന്ന് എന്നെ തട്ടി വിളിച്ചപ്പോഴാണ് രാവിലെ ഞാൻ കണ്ണു തുറക്കുന്നത്. അങ്ങനെ അവർ വന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു ആൻറ്റി മോനെ എപ്പോഴും എടുത്തുകൊണ്ട് പോകട്ടോ. അതിൻ്റെ മോൻ്റെ കുട്ടിയാട്ടോ അവിടെ കിടക്കുന്നത്. അവർക്ക് ഭയങ്കര കാര്യം, എപ്പോഴും കൊണ്ടുപോയി വെച്ച് കളിപ്പിക്കലൊക്കെയാണ്. അതിനുശേഷം റൂമിൽ നിന്ന് അവർ വാർഡിലോട്ട് വന്നപ്പോൾ എന്നെ ഫ്രഷ് ആവാൻ വിട്ടപ്പോൾ അന്ന് വന്ന വഴിക്ക് എന്നോട് കാപ്പി മേടിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. കാപ്പി മേടിച്ച കൂട്ടത്തിൽ അവിടെ ചെറിയൊരു JCB കണ്ടപ്പോൾ ഞാൻ അതുമൂലം മേടിച്ച് കൈ പിടിച്ചാൻ കേട്ടോ. അങ്ങനെ കാപ്പി ഞങ്ങൾക്ക് കഴിക്കാനുള്ള കടിയും അവൻ്റെ വണ്ടിയും മേടിച്ചുകൊണ്ട് ഞാൻ നേരെ വാർഡിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കാൻ കേട്ടോ. വണ്ടിയും ബോളും എവിടെ കണ്ടാലും അവൻ എത്ര തന്നെ ഉണ്ടെങ്കിലും അവൻ എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ചെന്നപ്പോഴേക്കും അവൻ എന്തോ ഒരു ആവശ്യത്തിന് പിണങ്ങി വഴിയിൽ സമരത്തിന് ഇരിക്കുന്ന കൂട്ട് വട്ടം കാല് നീട്ടിയിരിക്കുന്ന കാഴ്ചയും കണ്ടിട്ടാണ് ചെല്ലുന്നത്. അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ വണ്ടി കാണിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും ഒരു മൈൻഡ് കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞ് JCB ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതവൻ മേടിച്ച് എൻ്റെ കൂടെ പോന്നിട്ടാ. പിന്നെ കുറേ നേരം അത് കിട്ടിയ ആ ഒരു പുതുമയിൽ അതിൽ കളിച്ചുകൊണ്ട് അയിലയിലൊക്കെ കിടന്ന്. കാണാൻ സാധനം ചെറുതാണെങ്കിലും നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നല്ല പവറാണ് കേട്ടോ അതിന്. ഇവളാണെങ്കിൽ ഫോൺ കൊടുത്തിരുത്തി കഴിഞ്ഞാൽ ഒരു ലോകവും ഇല്ലാത്ത രീതിക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നോളും. അങ്ങനെ അതിൻ്റെ ആ ഒരു പുതുമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് പുതിയ പ്രശ്നം ഉടലെടുത്തിട്ടാ. അപ്പോഴത്തേക്കും വന്നാൽ വീട്ടിൽ പോയിട്ട് ഇവർ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ റെഡിയായി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെയും കൂടി കൊണ്ടുപോയിക്കോ, എൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും വാശി പിടിച്ച് കരഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പാടാണല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഇവനെ മാത്രം നോക്കിയാൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാകുമ്പോൾ ആർക്കും ശല്യമില്ല. അങ്ങനെ അവർ രണ്ടെണ്ണത്തിനും കക്കയുടെ കൂടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാനും ഇവനും വീണ്ടും വാർഡിൽ തനിച്ചായിട്ടാണ്. തനിച്ചല്ല, ചുറ്റുപാടും വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ നേരമൊക്കെ അവനും ഞാനും ഫോണൊക്കെ നോക്കിയിരുന്നൊക്കെ സമയം കളഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അവൻ കരച്ചിലായി കഴിഞ്ഞപ്പോൾ എന്നാ ഉറക്കാമെന്ന് വെച്ചിട്ട് അവനെ ഉറക്കാനിരുന്നിട്ടാ. അങ്ങനെ ഒരുവിധം അങ്ങനെ ഉറങ്ങിക്കിട്ടി. കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ. അധികം നേരമൊന്നും ഉറങ്ങൂല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ്. അത് കഴിയുമ്പോൾ തന്നെ ആൾ വേഗം എണീക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ അനീറ്റിയും വാപ്പിച്ചിയും വീട്ടിൽ നിന്ന് വന്നായിരുന്നു. ആദ്യം വാപ്പിച്ചി അവളുമാർ രണ്ടുപേരും കൊണ്ട് മിഠായിക്ക് പോയപ്പോഴേക്കും അതുമോ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ അവർ കടയിൽ പോയ ഗ്യാപ്പിൽ ഞങ്ങൾ കുറേ നേരം വാർഡിൽ വർത്താനമൊക്കെ പറഞ്ഞങ്ങനെയൊക്കെ ഇരുന്ന്. ഇവനാണെങ്കിൽ ഫ്രഷായിട്ട് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോഴത്തേക്കും സിസ്റ്റർ വന്നിട്ട് ഇവന് നെബിലൈസേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. രണ്ടെണ്ണത്തിൻ്റെ അടുത്ത് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് കിടന്ന ഗ്യാപ്പിൽ രണ്ടും കൂടി ഇടി ഉണ്ടാക്കുന്നതാണ്ടായി കാണുന്നത്. ഈ ചെക്കനാണെങ്കിൽ ഇവൻ അടുത്ത് കെടുത്തി കഴിഞ്ഞാൽ കണ്ണിൽ മാന്തുക, അതുപോലെ കാലിട്ട് ചവിട്ടുക, ഇതൊക്കെയായിട്ട് ഇവൻ്റെ പരിപാടി. അപ്പോഴത്തേക്കും ഇവളുമാരും മിഠായി കൊണ്ട് വന്നപ്പോഴാണ് അതുമോൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ഇവനോട്ട് മേടിക്കാനും മറന്നുപോയി. പിന്നെ ആളാകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് രണ്ടാമത് അവനുള്ളതും കൂടി പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഇവർ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഈ പ്രാവശ്യം പോകാനിറങ്ങിയപ്പോൾ ഒരിക്കലും മാറി നിൽക്കാതെ പപ്പി ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ അവൾക്ക് പോകാൻ മടിയായിരുന്നു. പിന്നീട് ഇവള് അനിയത്തി ഒരുപാട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവളും കൂടെ പോയി. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുന്നത്. ഇനിയിപ്പോൾ രാത്രി എപ്പോഴാണ് വിളി വരാമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇവനാണെങ്കിൽ നെബിലൈസേഷൻ കൊടുക്കാൻ തന്നു കഴിഞ്ഞാൽ ആൾ ഉറങ്ങാതെ കൊടുക്കാൻ നമുക്ക് പറ്റൂല കേട്ടോ. പക്ഷെ ഒരുപാടൊക്കെ ഉറക്കാൻ നോക്കിയെങ്കിലും വൈകിട്ടായപ്പോൾ ആൾ ഒട്ടും ഉറങ്ങുന്നില്ല. കാരണം ഈ ഡോസ് കൊടുത്തിട്ട് വേണം അടുത്തും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഉറങ്ങാണ്ടായപ്പോൾ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ വന്ന ശേഷം വീട്ടിൽ വെച്ച് കുറച്ച് നേരമൊക്കെ നിലത്ത് കിടന്നുകൊണ്ടിരുന്ന കൊച്ച് ഇപ്പോൾ ഒട്ടും നിലത്ത് കിടക്കാത്ത അവസ്ഥയാണ് കേട്ടോ. എണീറ്റിരിക്കുകയാണെങ്കിൽ ബെഡിൽ കിടക്കുകയില്ല, നമ്മളെപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരുന്ന് എനിക്ക് മടുത്ത്. അപ്പോൾ കൊച്ചിനെ കടയിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവളെ ആണെങ്കിൽ അവളുടെ ഉമ്മി പുറത്ത് പോയപ്പോൾ എന്നെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചാണ്ട് അങ്ങനെ കുറേ നേരം അവളെ ഞാൻ പോയി നോക്കിയിട്ടിരുന്നത്. അപ്പോഴത്തേക്കും നഴ്സാണെങ്കിൽ ഇവനോട് ഇഞ്ചക്ഷൻ വന്ന്. എന്ന് ഇഞ്ചക്ഷൻ എടുത്താലും ആവി പിടിക്കുന്നതിനേക്കാൾ അപ്പുറം കരച്ചിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇക്കാക്ക കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ അവൻ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുറേ നേരം അവനെ കളിപ്പിക്കാനും നോക്കാനും പുള്ളീനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടാണ്. എനിക്ക് ഇവനെയും കൊണ്ട് ഇരുന്ന് കഴുത്തിനും പെടലിക്കും ഒക്കെ ഒരുപാട് വേദനയായി. കുറച്ച് നേരം അവനെയും കൊണ്ട് അങ്ങനെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. അങ്ങനെ കുറേയൊക്കെ നേരം അവനെ നോക്കിയൊക്കെ തന്ന് പപ്പി പോയത് കൊണ്ട് തന്നെ അതുമോനാണെങ്കിൽ ഭയങ്കര ബോറടിയുണ്ട്. കളിക്കാനും ആളില്ല, വഴക്കുണ്ടാക്കാനും ആളില്ല. അപ്പോൾ വാപ്പാനെ വാപ്പ ബോൾ കളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ കാണുന്നത്. കുറച്ച് നേരം അവൻ്റെ കൂടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദിവനാണെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് കിടന്നോളും. അങ്ങനെ കുറേയൊക്കെ അവനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇവൻ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോയിട്ടാ. ഇവൻ മേളിൽ നിന്ന് ബോൾ ഉരുട്ടി അങ്ങാട് ഇട്ട് കൊടുക്കും. അപ്പോൾ താഴേന്ന് പിടിച്ചോളണം. അത് അവനൊരു സ്ഥിരം കളിയാക്കി എടുത്തിട്ട് അവനാണെങ്കിൽ അതൊരു രസം. ബോൾ ഉരുണ്ടിങ്ങനെ കീപ്പോട്ടേക്ക് ഓടി പോകുന്നത് കാണാനായിട്ട്. പിന്നെ രണ്ടും കൂടി താഴോട്ട് പോയിട്ട് റൂമിലൊക്കെ പോയിട്ട് ഒന്ന് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴോട്ടേക്ക് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ഞാനും അതിമോനും വീണ്ടും വാർഡിൽ ഒറ്റയ്ക്കായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അയിലയിലൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു. ഓരോരുത്തരോട് കുശലമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഈ ചേച്ചി എപ്പോൾ അവനെ കണ്ടാലും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകും.
അപ്പോഴത്തേക്കും ഉമ്മച്ചിയും വന്ന് വൈകിട്ടായപ്പോഴേക്കും അവനുള്ള മിഠായിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രിത്തേക്കുള്ള ഫുഡായിട്ട് ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോകുന്നതാണ്. ഞാൻ എൻ്റെ ചോറും അതുപോലെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇവനാണെങ്കിൽ വെള്ളം എടുക്കൊക്കെ പോയപ്പോൾ അവന് അതിൽ എന്ത് പണിയെടുത്താലും പിന്നെ അവനതിൽ കൈ കടത്തണമല്ലോ. ഞാനെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മിഠായിയൊക്കെ എൻ്റെ തന്ന് വെള്ളം എടുക്കാൻ നോക്കുന്നതാണ്. നേരെ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയതും എന്തെന്നില്ലാത്തൊരു ആശ്വാസമുണ്ട്. കാരണം നമ്മുടെ മാത്രം ലോകമാണല്ലോ. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ അവിടെ വച്ചുകൊണ്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോഴേക്കും ഉമ്മച്ചി വീട്ടിൽ നിന്ന് ഒന്ന് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഫുഡും കഴിച്ച് അങ്ങനെ മെല്ലെ ചെറുതായിട്ടൊന്ന് റെഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ട. ഈ പ്രാവശ്യം ഇറങ്ങുമ്പോൾ ഒന്ന് പുറത്തോട്ടും കൂടി പോകണമായിരുന്നു. റോട്ടിൽ ചായ മേടിക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ അത് ഇക്കാക്ക പോകേണ്ട കാര്യമുള്ളൂ. എങ്കിലും വെറുതെ ഈ അടങ്ങി അതിൻ്റെ അകത്ത് ഇരുന്ന് എനിക്കൊരു തരം ശ്വാസം മുട്ടലാണ്. അത് ഇന്നൊന്നും അല്ല കേട്ടോ. ആദ്യം മുതൽ 2 ദിവസത്തിൽ കൂടുതൽ പുറത്തിറങ്ങാണ്ട് അടുപ്പിച്ച് പെരയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു തരം ബുദ്ധിമുട്ടാണ്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഉമ്മച്ചിക്കുള്ള ഫുഡ് കൊടുത്തുകൊണ്ട് ബാക്കി ഫുഡ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ റൂമും പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. രാത്രി സമയമായതുകൊണ്ട് തന്നെ ക്യാൻറ്റീനൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ ചായ കിട്ടണമെങ്കിൽ റോഡിൻ്റെ അപ്പുറത്ത് പോകണം. അങ്ങനെ ഞങ്ങൾ നേരെ കടയിലൊക്കെ പോയി ചായ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച കടയിൽ ചായ ഇല്ലായിരുന്നു. അവരെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ 2 കടയിലും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് നടക്കാൻ തുടങ്ങിയിട്ടാണ്. ഈ രാത്രി സമയമാകുമ്പോൾ റോഡ് നിറച്ച് ഒരു ജാതി ആൾക്കാരാണല്ലോ, എന്താ അതിനെ പറയുക ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി കാപ്പിയൊക്കെ മേടിച്ചു. എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊന്നും വേണ്ട, ഫുഡ് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുക. അങ്ങനെ അവന് സമൂസ വേണമെന്ന് പറഞ്ഞ് മേടിച്ചു വിട്ടു. അത് കാണുമ്പോൾ ഉള്ളൊരു കൊതിക്ക് മേടിക്കുന്നത്. അവൻ സമൂസ അങ്ങനെ കഴിക്കുമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവൻ നമ്മളെ തിന്നുകയും ചെയ്യും. അങ്ങനെ നേരെ ഞങ്ങൾ വാർഡിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി പപ്പി ഇല്ലാത്തതുകൊണ്ട് ഇവൻ റൂമിൽ കിടക്കുമെന്നൊരു സംശയമാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ അടുത്ത് നിന്നോട്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആളാക്കിയിട്ട് പോയതാണ് കേട്ടോ. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെയും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഉമ്മച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കപ്പലണ്ടി മിഠായും കൊണ്ടുവന്നായിരുന്നു. അത് കഴിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ വട്ടവും നീളവും ഒക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കാഷ്വാലിറ്റിയിൽ ചീട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പനിക്കൊരു കുറവില്ലാത്തതും കൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല കേട്ടോ. വീണ്ടും തിരിച്ച് ഞങ്ങൾ നേരെ വാർഡിലോട്ട് തന്നെ പോയി. വാർഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറുന്ന എൻട്രൻസിൽ ആ ഗേറ്റ്, കുഞ്ഞു ഗേറ്റും പിന്നെ വാർഡിലെ ഗേറ്റിലും കളിയാണ് ടീമിൻ്റെ മെയിൻ ഹോബി. ഇത് കുറ്റിയിടുക, തുറക്കുക, അതുപോലെ വാർഡിലെ ഗേറ്റ് ഓടി വന്ന് തുറക്കുക, അത് അടയ്ക്കുക. എപ്പോഴും ഈ ഗേറ്റുമ്പോൾ തന്നെയാണ് കളി. ഞാൻ അവരോട് സൂചി വെക്കും, ദാ നേഴ്സ് വരുന്നുണ്ടെന്നൊന്നും പറഞ്ഞാലൊന്നും ഇവന് യാതൊരു പേടിയില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നാൽ പോയി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും അതുമോനും കൂടി ഷീറ്റ് എടുത്തുകൊണ്ട് പിന്നെയും പോയി നോക്കിയിട്ടാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറയാണ് വാപ്പീനെ കാണിച്ചു തരാം, വാപ്പ അപ്പുറത്താണെന്നും പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അവൻ വീഴുകയും ചെയ്ത്. എന്നിട്ട് വീണ്ടും കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. എങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറയാം വാവുവാന്നും പറഞ്ഞുകൊണ്ട് എന്നെയും കൊണ്ട് പിന്നെ മരുന്നൊക്കെ തേപ്പിച്ചുകൊണ്ട് ആളിരുന്ന്. പിന്നെ എന്നാൽ പോയപ്പോൾ ഇക്കാക്കാനെ കൂട്ടിയിട്ട് ഡോക്ടറെ കാണാൻ പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഡോക്ടറെയും കണ്ട് എനിക്കുള്ള മരുന്നും മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വാർഡിലോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഗ്രില്ല് കണ്ടു കഴിഞ്ഞപ്പോൾ അവനവിടെ തുപ്പണം എന്നും പറഞ്ഞുകൊണ്ട് വാശിയാർന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെയും വാർഡിലോട്ട് പോയി. പപ്പി ഇല്ലാത്തതും കൊണ്ട് റൂമിൽ ഒറ്റയ്ക്ക് വാപ്പിയുടെ കൂടെ കിടക്കുമെന്നൊരു സംശയം കാരണം എന്നോട് പറഞ്ഞു ഇന്ന് രാത്രി അവൻ അവിടെ നിർത്തിയേക്കെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു ഉമ്മ വേണ്ട വാപ്പ മതി ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾ അവൻ്റെ കെട്ടും കടയൊക്കെ എടുത്തുകൊണ്ട് അവൻ ബാഗിൽ പോകുന്നുണ്ട്. വേറെ ഒന്നുമില്ല, അവൻ്റെ കളിപ്പാട്ടങ്ങളും ടാബൊക്കെ ആയിട്ടാണ് ആൾ പോകുന്നത്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.